SIR ജോലി സമ്മർദ്ദം കാരണം കണ്ണൂർ ഏറ്റുകുടിക്കയിൽ BLO ജീവനൊടുക്കിയ സംഭവത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പ്രതിഷേധം ശക്തം. സംസ്ഥാന വ്യാപകമായി ജോലി ബഹിഷ്കരിച്ച BLOമാർ ചീഫ് ഇലക്ടറൽ ഓഫീസിലേക്കും ജില്ലാ കളക്ടറേറ്റിലേക്കും മാർച്ച് നടത്തി. അനീഷ് ജോർജിന്റെ മൃതദേഹം പൊതുദർശനത്തിന് ശേഷം പള്ളിമുക്കിൽ ഊർദുമാതാ പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചു. ആക്ഷൻ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സിന്റെയും അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെയും നേതൃത്വത്തിലായിരുന്നു സംസ്ഥാന വ്യാപക പ്രതിഷേധം. ജോലി ബഹിഷ്കരിച്ച BLOമാർ ചീഫ് ഇലക്ടറൽ ഓഫീസിലേക്കും ജില്ലാ കളക്ടറേറ്റുകളിലേക്കും പ്രതിഷേധ മാർച്ച് നടത്തി. ജോലി സമ്മർദ്ദം ഇല്ലെന്ന കണ്ണൂർ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് വസ്തുതാവിരുദ്ധമാണെന്നും കടുത്ത ജോലി സമ്മർദ്ദമാണ് BLOമാർ നേരിടുന്നതെന്നും കേരള NGO യൂണിയൻ ജനറൽ സെക്രട്ടറി MV ശശിധരൻ പറഞ്ഞു. BLOമാരെ സംബന്ധിച്ച് കടുത്ത സമ്മർദ്ദം ആണ് അവർ അനുഭവിക്കുന്നത്. മനുഷ്യസാധ്യമല്ലാത്ത ജോലിയാണ് അവരെ ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്, ഡിസംബർ 4-നകം ഈ SIRന്റെ പ്രവർത്തനം പൂർത്തീകരിക്കണമെന്ന് പറഞ്ഞാൽ സാധിക്കുകയില്ല എന്നത് വ്യക്തമാണ്. ചുരുങ്ങിയ സമയത്തിനകം അമിത ജോലി ചെയ്യേണ്ടി വരുന്നതിന്റെ ജോലിഭാരമാണ് BLOമാർ അനുഭവിക്കുന്നതെന്ന് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് പറഞ്ഞു. BLOയുടെ ആത്മഹത്യ CPIMനെതിരെ തിരിച്ചുവിടാൻ ശ്രമിക്കുന്ന പ്രതിപക്ഷ നേതാവും കോൺഗ്രസും BJPയെ സഹായിക്കുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇപ്പോൾ പുതിയൊരു കഥയുമായിട്ട് കഥ മെനഞ്ഞെടുത്ത് രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ് കോൺഗ്രസിന്റെ നേതൃത്വം. VD സതീശൻ പ്രതിപക്ഷ നേതാവ് എല്ലാ ഘട്ടത്തിലും കിട്ടുന്ന അവസരത്തിലൊക്കെ എങ്ങനെയൊക്കെ BJPയെ സഹായിക്കാൻ വേണ്ടി കഴിയും അതൊക്കെ അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കുറേ കാലം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ചുമതല ഇപ്പോഴും നിർവഹിച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. അനീഷ് ജോർജിന്റെ മൃതദേഹം പൊതുദർശനത്തിന് ശേഷം പള്ളിമുക്ക് ലൂർദുമാതാ പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചു. പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ പ്രമുഖർ ഉൾപ്പെടെ 100 കണക്കിന് പേർ അന്ത്യോപചാരം അർപ്പിച്ചു. കൈരളി ന്യൂസ്, കണ്ണൂർ.